ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ സമാധാനം വരുമെന്ന് ആശ്വസിക്കുമ്പോഴും ഇപ്പോൾ യുദ്ധം എപ്പോൾ വേണമെങ്കിലും തുടരാം എന്നുള്ള ഭീഷണിയുമായിട്ട് അല്ലെങ്കിൽ യുദ്ധം തുടരുമെന്നുള്ള സൂചനയുമായിട്ട് ഇസ്രയേൽ നിൽക്കുകയാണ്. അമേരിക്ക ഇറാൻ സമാധാന കരാറിൽ ഇടഞ്ഞു നിൽക്കുകയാണ് ഇസ്രയേൽ. കരാറിലെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് നെതന്യാഹു. ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റും താൻ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയുമാണ് എന്നായിരുന്നു കരാർ വന്നതിന് ശേഷം നെതന്യാഹുവിന്റെ പ്രതികരണം. US ഇസ്രയേൽ ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ പുകയുന്നതായിട്ടുള്ള സൂചനകളുണ്ട്. സമാധാന കരാർ ചർച്ചകൾക്കിടെ ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആണെന്നും താൻ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയാണ് എന്ന് മറുപടിയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. എത്രത്തോളമായിരിക്കും ആ ഒരു സമാധാന കരാർ ഉണ്ടാകുക, അല്ലെങ്കിൽ അടുത്ത ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടല്ലേ എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ആ വാക്കുകളിലൂടെ മനസ്സിലാകുന്നതാണ്. അമേരിക്കൻ നിലപാടുകളോട് ഇസ്രയേൽ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല എന്ന വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് നെതന്യാഹുവിന്റെ ഈ ഒരു വാക്കുകൾ നൽകുന്നത്. മധ്യപൂർവേഷ്യയിലെ സമാധാന കരാറിനെ ചൊല്ലി അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഭിന്നത വളരെ പരസ്യമാവുകയാണ്. US ഇറാൻ പ്രാഥമിക കരാറിലെ വ്യവസ്ഥകൾ തള്ളി ലെബനാനിൽ നിന്നടക്കം പിടിച്ചെടുത്ത സുരക്ഷാ മേഖലകളിൽ നിന്ന് ഇസ്രയേൽ സേനയെ പിൻവലിക്കില്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കാണ് തങ്ങൾ മുൻഗണന നൽകുന്നത് എന്നും പുറത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്നുമാണ് നെതന്യാഹുവിന്റെ നിലപാട്. അതേസമയം തന്നെ യുദ്ധം മൂലം അടച്ചിട്ടിരിക്കുന്ന ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുമ്പോൾ കപ്പലുകളിൽ നിന്ന് ടോളുകൾ അല്ലെങ്കിൽ സേവന നിരക്ക് ഈടാക്കുമെന്ന കടുത്ത തീരുമാനത്തിലാണ് ഇറാൻ ഉള്ളത്. എന്നാൽ ഇതിനെതിരെ അമേരിക്കയും രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊരു സമാധാന കരാർ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നാലും അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നതാണ് നോക്കിക്കാണേണ്ടത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈ എടുത്ത് ഒപ്പിട്ട US ഇറാൻ പ്രാഥമിക കരാറിലെ ലെബനൻ സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ ഇസ്രയേൽ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞതാണ് ഇപ്പോൾ യുദ്ധഭീതി വീണ്ടും നിലനിർത്തുന്നത്. ലെബനനിലെ ഹിസ്ബുള്ള ഭീഷണി പൂർണ്ണമായിട്ടും മാറുന്നത് വരെ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അവിടെ തന്നെ തുടരുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കുന്നു. സമാധാന കരാറിനോട് മിഡിൽ ഈസ്റ്റിലെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ അതീവ ജാഗ്രതയോടുള്ള പ്രതികരണമാണ് നൽകുന്നത്. യുദ്ധകാലത്ത് ഇറാന്റെ കടുത്ത ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഈ കരാർ താൽക്കാലികമായിട്ട് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. യുദ്ധത്തിൽ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയും അവിടുത്തെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെയും ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. വിമാനത്താവളത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ തൊഴിലാളി കൊല്ലപ്പെടുകയും വിമാന സർവീസുകൾ തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ബഹ്റിനിലെയും ജനവാസ മേഖലകളിലും ഇറാന്റെ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് നാശനഷ്ടങ്ങൾ വിധിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ യുദ്ധം അവസാനിക്കുന്നതിനെ കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായിട്ട് സ്വാഗതം ചെയ്യുകയും ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷിതമായിട്ടുള്ള കപ്പൽ ഗതാഗതം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ സൗദി അറേബ്യയും UAEയും തങ്ങളുടെ വ്യോമ അതിർത്തി അമേരിക്കൻ സൈനിക നീക്കങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ വലിയ നയതന്ത്ര ജാഗ്രത പുലർത്തിയിരുന്നെങ്കിലും ഇറാന്റെ ആക്രമണ ഭീഷണി നേരിട്ടിരുന്നു. താൽക്കാലികമായിട്ട് ശ്വാസം വിടാൻ ഈ ഒരു കരാർ ഗൾഫ് രാജ്യങ്ങളെ സഹായിക്കുമെങ്കിലും മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല. മേഖലയിലെ സമാധാന അന്തരീക്ഷം നൽകുന്ന യഥാർത്ഥ കാരണങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ ഒരു താൽക്കാലിക കരാറിന് കഴിയില്ല എന്നാണ് അവിടുത്തെ വിദഗ്ധരുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഇതിനിടയിൽ ഇസ്രയേലിന്റെയും ഇറാന്റെയും ഒരു കടുത്ത നിലപാടുകൾ ട്രംപ് ഭരണകൂടത്തിന് വലിയ നയതന്ത്ര പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. നെതന്യാഹുവിന്റെ കടുംപിടുത്തത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണെന്നാണ് വിശേഷിപ്പിച്ചത്. ചുരുക്കത്തിൽ അമേരിക്ക പ്രഖ്യാപിച്ച സമാധാന ഉടമ്പടി പൂർണ്ണ തോതിൽ നടപ്പിലാക്കണമെങ്കിൽ ഇസ്രയേലിന്റെയും ഇറാന്റെയും ഈ ഒരു കടുത്ത നിബന്ധനകളിൽ US-ന് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. വരും ദിവസങ്ങളിൽ മധ്യപൂർവേഷ്യയിൽ രാഷ്ട്രീയത്തിൽ ഈ തർക്കങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടാക്കുമെന്നാണ് ആഗോള സമൂഹം ഉറ്റുനോക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ പ്രഖ്യാപിച്ച ഈ ഒരു സമാധാന കരാറിനെ മിഡിൽ ഈസ്റ്റ് വലിയ രീതിയിലുള്ള ആശങ്കയോടൊപ്പം തന്നെ ആശ്വാസത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. 15 ആഴ്ച നീണ്ടുനിന്ന കടുത്ത യുദ്ധത്തിനു ശേഷം എണ്ണവില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ മേഖലയ്ക്ക് ഇതൊരു ചെറിയ ആശ്വാസമാണെങ്കിലും ഇസ്രയേലിന്റെയും ഇറാന്റെയും കടുത്ത നിലപാടുകൾ കാരണം സമാധാനം എത്ര നാൾ നീട്ടിക്കൊണ്ടു പോകുമെന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. ഇനി യുദ്ധകാലത്ത് ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾക്ക് ഇരയായ കുവൈറ്റ് പോലുള്ള രാജ്യങ്ങൾ താൽക്കാലികമായിട്ട് ശ്വാസം വിടാൻ ഈ ഒരു കരാർ സഹായിക്കുമെന്ന് കരുതുന്നുണ്ട്. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളുടെ വേരുറയ്ക്കാൻ ഈ ഒരു താൽക്കാലിക കരാറിന് കഴിയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു സമാധാന കരാർ എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നാണ് ലോകം മൊത്തത്തിൽ ഉറ്റുനോക്കുന്നത്. കാരണം ഈ ഒരു യുദ്ധം ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളെയും വലിയ രീതിയിൽ തന്നെ ബാധിച്ചിരുന്നു. എണ്ണ വാതകം അതൊക്കെ ഇല്ലാതായ ഒരു സമയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം നിർത്തണം, സമാധാനം വരണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്തായാലും ഇസ്രയേലിനകത്തെ പ്രതികരണവും വളരെ
വളരെ വ്യത്യസ്തമാണ്. US-ഇറാൻ സമാധാന കരാറിനെ ചൊല്ലി ഇസ്രയേലിനകത്ത് കടുത്ത ആഭ്യന്തര തർക്കങ്ങളും രാഷ്ട്രീയ പ്രതിസന്ധിയും രൂക്ഷമാവുകയാണ്. വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള ഇഥാമർ ബെൻഗുറും ബസാലൻ സ്മോട്രിച്ചും ഈ ഒരു കരാർ ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയവും ദോഷകരവുമായിട്ടുള്ള നീക്കം ആണെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വർഷങ്ങളായിട്ട് നെതന്യാഹു ലക്ഷ്യമിട്ടിരുന്ന ഇറാൻ ഭരണകൂടത്തെയും അവരുടെ ആണവ നിലയങ്ങളെയും തകർക്കുക എന്ന പ്രധാന ലക്ഷ്യം നേടാനാകാതെ ഇസ്രയേലിനെ പൂർണ്ണമായി മാറ്റി നിർത്തിയാണ് അമേരിക്ക ഈ ഒരു കരാർ ഉണ്ടാക്കിയത് എന്നാണ് പ്രതിപക്ഷ നേതാക്കളുടെ കടുത്ത വിമർശനം. ലെബനനിൽ നിന്നും സിറിയയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കില്ല എന്ന നെതന്യാഹുവിന്റെ കടുംപിടുത്തം അമേരിക്കയുമായുള്ള ബന്ധം വഷളാക്കുമെന്നും ഇത് രാജ്യത്തെ കൂടുതൽ അന്താരാഷ്ട്ര ഒറ്റപ്പെടലിലേക്ക് നയിക്കുമെന്നും ഇസ്രയേലിനകത്തെ ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ രാഷ്ട്രീയ വിദഗ്ധർ ഈ ഒരു US-ഇറാൻ കരാറിനെ വിശേഷിപ്പിക്കുന്നത് ഒരു താൽക്കാലിക ബാൻഡേജ് എന്നാണ്. കാരണം ആ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകരും ജനങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയുകയും ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മിഡിൽ ഈസ്റ്റിൽ ഇതിനെ വിശേഷിപ്പിക്കുന്ന ഒരു താൽക്കാലിക ബാൻഡേജ് എന്നാണ്. ഇസ്രായേൽ ലെബനനിൽ നിന്നും സിറിയയിൽ നിന്നും പിന്മാറാത്ത പക്ഷം ഇറാൻ വീണ്ടും ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമെന്നും യുദ്ധം ഏത് സമയത്തും പുനരാരംഭിക്കുമെന്നുമാണ് മിഡിൽ ഈസ്റ്റിന്റെ പൊതുവായ വിലയിരുത്തൽ. അമേരിക്കയുമായിട്ട് ഒപ്പുവെച്ച താൽക്കാലിക സമാധാന കരാറിനോട് അതീവ സങ്കീർണവും സമ്മിശ്രവുമായിട്ടുള്ള പ്രതികരണമാണ് ഇറാനിൽ നിന്നുണ്ടാകുന്നത്. യുദ്ധവും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും കാരണം തകർന്നടിഞ്ഞ ഇറാന്റെ ആഭ്യന്തര വിപണികളും സാധാരണക്കാരായ ജനങ്ങളും ഈ ഒരു പുതിയ നീക്കത്തെ വലിയ ആശ്വാസത്തോടെയാണ് സ്വാഗതം ചെയ്യുന്നത്. ഈ താൽക്കാലിക ഉടമ്പടിയിലൂടെ അമേരിക്കൻ നാവിക ഉപരോധം അവസാനിപ്പിക്കുമെന്നതും മരവിപ്പിച്ചു നിർത്തിയിരുന്ന ഇറാന്റെ ഫണ്ടുകൾ തിരികെ ലഭിക്കുമെന്നത് തങ്ങളുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് ആശ്വാസമാകുമെന്ന് അവിടുത്തെ സാധാരണക്കാർ കരുതുന്നുണ്ട്. എന്നാൽ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ ഇതൊരു വലിയ നയതന്ത്ര വിജയമായിട്ട് ആഘോഷിക്കുമ്പോഴും രാജ്യത്തെ അൾട്രാ കൺസർവേറ്റീവ് ആയ തീവ്ര നിലപാടുകൾ ഭരണകൂടത്തിനെതിരെ കടുത്ത പ്രതിഷേധമായിട്ട് രംഗത്തെത്തുന്നുണ്ട്. ടെഹ്റാനിലും മഷാദിലും വിദേശകാര്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ രാജ്യം പൂർണ്ണമായിട്ട് കീഴടങ്ങി എന്ന് പറയുമ്പോഴും അങ്ങനെ അല്ല, തങ്ങളാണ് അല്ലെങ്കിൽ തങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് അമേരിക്ക വന്നു എന്നാണ് ഒരു പറ്റം ആളുകൾ അവിടെ പറയുന്നത്. എന്തായാലും ഈ ഉപരോധങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക മോചനം ആഗ്രഹിക്കുന്ന സാധാരണക്കാരും അമേരിക്ക ഒട്ടും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് വാദിക്കുന്ന തീവ്ര നിലപാടുകാരും തമ്മിലുള്ള കടുത്ത ആഭ്യന്തര ഭിന്നതയിലേക്ക് പോകുമോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇറാനിൽ നിന്ന് ഇത്തരം പ്രതികരണങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഇപ്പോൾ യുദ്ധം സമാധാനത്തിലേക്ക് എത്തുമ്പോൾ ഇസ്രയേൽ എടുക്കുന്ന നിലപാടാണ്. ഇസ്രയേലിന്റെ നിലപാടിൽ യുദ്ധം ഏത് നിമിഷവും നടക്കാം എന്നുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത്. നെതന്യാഹുവിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഇറാൻ അല്ലെങ്കിൽ എടുക്കുന്ന നിലപാടുകളും അല്ലെങ്കിൽ ഇറാൻ തോൽപിരിവ് നടത്തുന്നതും അമേരിക്കയും ഇസ്രയേലിനെയും പൂട്ടാനുള്ള ഒരു കാര്യമാണ് എന്നുള്ളതും അല്ലെങ്കിൽ യുദ്ധം വീണ്ടും ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നെതന്യാഹുവിന്റെ കടുംപിടുത്തത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഇടഞ്ഞു നിൽക്കുന്ന നെതന്യാഹുവിനെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നടക്കില്ല അല്ലെങ്കിൽ നടക്കാതെ പോകുകയാണ് എന്നുള്ള ചിന്ത ഇപ്പോൾ ട്രംപിനുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തുന്നില്ല. നേരത്തെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളും വാക്പോരുകളും ഒക്കെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ സമാധാന കരാറിന് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ട്രംപ് രംഗത്തെത്തുന്നത്. എന്തായാലും വെള്ളിയാഴ്ചയാണ് ഈ ഒരു സമാധാന കരാർ നടക്കാൻ അല്ലെങ്കിൽ ആ കരാറിൽ ഒപ്പുവെക്കാൻ ഇരിക്കുന്നത്. ഇതിനിടയിലാണ് ഇസ്രയേലിന്റെ ഇത്തരം കടുത്ത നിലപാടുകൾ വരുന്നത്. എന്തായാലും ലെബനാനിലേക്ക് അതിമാരകമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഈ ഒരു കരാറിന് യാതൊരു തരത്തിലുള്ള വിലയും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ഇല്ലാതായി മാറും. ഈ ലെബനാനിലേക്ക് ആക്രമണം തുടർന്നു കഴിഞ്ഞാൽ ഇറാൻ സ്വീകരിക്കുന്ന നിലപാടായിരിക്കും അടുത്ത യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത്.